+2 സുവോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ പൂർത്തിയാക്കി കാണുമല്ലോ അല്ലേ? ഇന്നും കുറിക്കുവാനുള്ള ആക്ടിവിറ്റി ലോഗും പേനയുമൊക്കെയായി നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു കാണും. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കോമ്പണൻസിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. എന്തൊക്കെ കോമ്പണൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മെൻഷൻ ചെയ്തു പോയത്? ഒന്ന് പറയാമോ? ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്സ്, ആക്സസറി ഗ്ലാൻസ്, എക്സ്റ്റേണൽ ജെനിറ്റേലിയ അല്ലെങ്കിൽ പെനസ്. പ്രൈമറി സെക്സ് ഓർഗൻ ഏതാണ്? മെയിൽസിലെ പ്രൈമറി സെക്സ് ഓർഗൻ ടെസ്റ്റിസ് ആണ് അല്ലേ? ടെസ്റ്റിസിൻ്റെ ഘടനയെ സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. വീഡിയോ ശ്രദ്ധിച്ച് കാണണം. അതിനുശേഷം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. The interior of each testicle consists of multiple lobules containing 2 or 3 seminiferous tubules. It is within these tubules that sperm formation begins. Sperm moves out of the tubules into the epididymis and then into the vas deferens. The vas deferens carry the sperm upwards into the body cavity. After the sperm leaves the vas deferens through the ejaculatory duct, they pass the openings of the seminal vesicles. The seminal vesicles, which are located near the base of the ejaculatory duct, secrete a thick yellow substance to nourish the sperm. This secretion forms about 60% of the volume of the semen. Semen is the sperm containing fluid that is ejaculated at the climax of male sexual excitement. From here, the semen travels into the 8-inch long urethra. വീഡിയോ എല്ലാവരും കണ്ടു അല്ലേ? ആ വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഓരോ ടെസ്റ്റിസും അനേകം കമ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ അറകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ഓരോ അറകളെയും വിളിക്കുന്ന പേര് എന്താണ്? യെസ്, ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ലോബ്യൂൾസ്. ഈച്ച് ടെസ്റ്റിസ് ഈസ് ഡിവൈഡഡ് ഇൻടു എ നമ്പർ ഓഫ് compartments and these compartments are referred to as testicular lobules. ഒരു ടെസ്റ്റിസിൽ എത്ര ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ ഉണ്ടെന്നറിയാമോ? ഒരു ടെസ്റ്റിസിൽ 250, that is 250 compartments or testicular lobules are there. ഓരോ ടെസ്റ്റിസിനുള്ളിലും 250 കമ്പാർട്ട്മെൻറ്റ്സ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് ആണ് ഉള്ളത്. ഇനി ആ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിനുള്ളിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ കണ്ടായിരുന്നോ? അതിനുള്ളിൽ കുറേ കോയിൽഡ് ട്യൂബ്യൂൾസ് കണ്ടു അല്ലേ? ഈ കോയിൽഡ് ട്യൂബ്യൂൾസിൻ്റെ പേരെന്താണ്? ആ കോയിൽഡ് ട്യൂബ്യൂൾസിൻ്റെ പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഓരോ ലൊബ്യൂളിലും എത്ര സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണുള്ളത്? 1 മുതൽ 3 വരെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് ഓരോ ലൊബ്യൂളിലും കാണപ്പെടുന്നത്. ഇനി സ്ക്രീനിൽ തെളിയുന്ന ഈ ചിത്രം ശ്രദ്ധിക്കുക. ഇത് സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഒരു സെക്ഷനാണ്. ആ ചിത്രം നോക്കി
ഏതൊക്കെ കോശങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇൻറ്റർസ്റ്റീഷ്യൽ സെൽ, സ്പെർമാറ്റോഗോണിയ, സ്പെർമാറ്റോസോവ, സെർട്ടോളി സെൽസ്. ഇതിൽ സ്പെർമാറ്റോഗോണിയയും സെർട്ടോളി സെല്ലും കാണപ്പെടുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിലെ ഉള്ളിലെ ഭിത്തിയിലാണ്. ദാറ്റ് ഈസ് സെമിനിഫറസ് ട്യൂബ്യൂൾ is lined by spermatogonia or male germ cells and Sertoli cells. What is the role of these two cells? Spermatogonial cellsന്റെ പ്രധാന ജോലി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം എന്താണ്? Spermatogonial cells അല്ലെങ്കിൽ male germ cells, they undergo meiotic division to produce spermatozoa. നമ്മൾ സ്പേം എന്താണെന്ന് പഠിച്ചതാണ്. ഈ സ്പേം ഉണ്ടാകുന്നത് ഈ മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയയിൽ നിന്നാണ്. അവിടെ നടക്കുന്ന സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് മിയോട്ടിക് ഡിവിഷനാണ്. സോ ദിസ് spermatogonial cell or male germ cell undergoes meiotic division to form spermatozoa. ഇനി എന്താണ് ഈ സെർട്ടോളി സെൽസിൻ്റെ ജോലി അല്ലെങ്കിൽ ധർമ്മം? സെർട്ടോളി സെൽസിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ വളരുന്ന മെയിൽ ജേം സെൽസിന് ആവശ്യമുള്ള പോഷകം നൽകുക. ദാറ്റ് ഇസ് സെർട്ടോളി സെൽസ്, ദേ ഗിവ് nourishment or nutrition to the developing germ cells. അതുകൊണ്ട് തന്നെ സെർട്ടോളി സെൽസിന് മറ്റൊരു പേരും കൂടിയുണ്ട്. ആ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളൊക്കെ രോഗവുമായിട്ട് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ പനി നോക്കുന്നതും നമ്മളെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില വ്യക്തികളുണ്ടല്ലോ. എന്താണ് അവരുടെ പേര്? അതെ, നഴ്സ്. അതേ പേര് തന്നെയാണ് സെർട്ടോളി സെൽസിനും ഉള്ളത്. ദേ ആർ ഓൾസോ റെഫേർഡ് ടു ആസ് നഴ്സ് സെൽസ് ബിക്കോസ് ദേ പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ ഡെവലപ്പിംഗ് മെയിൽ ജേം സെൽസ്. ഇനി മറ്റൊരു കോശത്തെക്കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഏതായിരുന്നു ആ സെൽ? ഇറ്റ് വാസ് ഇന്റർസ്റ്റീഷ്യൽ സെൽ. വെർ ഡു യു ഫൈൻഡ് ദിസ് ഇന്റർസ്റ്റീഷ്യൽ സെൽ? ഇന്റർസ്റ്റീഷ്യൽ സെൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസസിലാണ് കാണപ്പെടുക. ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസസ് എന്ന് പറഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്ത് ഇടയിലായി കാണപ്പെടുന്ന സ്ഥലമാണ് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസസ്. ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസസിൽ എന്തൊക്കെയാണുള്ളത്? ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കുറച്ച് ബ്ലഡ് വെസൽസും പിന്നെ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെൽസുമാണ് ഉള്ളത്. നിങ്ങൾക്കറിയാം, പ്രായപൂർത്തി എത്തിയ ശേഷം ആൺകുട്ടികളിൽ ധാരാളം മാറ്റം സംഭവിക്കാറുണ്ട്. മുഖത്ത് രോമവളർച്ച ഉണ്ടാകാറുണ്ട്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോമം വളരാറുണ്ട്. അതുപോലെ തന്നെ ഒരു മാസ്കുലിൻ നേച്ചർ, അവരുടെ മസ്കുലേച്ചർ തന്നെ മാറാറുണ്ട്. ഈ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസിൻ്റെ പേരാണ് ദ മെയിൽ സെക്സ് ഹോർമോൺസ് ഓർ ആൻഡ്രജൻസ്. ആൻഡ്രജൻസ് എന്ന് വിളിക്കുന്ന ചില ഹോർമോണുകളാണ് ഈ ശാരീരിക മാറ്റത്തിന് കാരണം. ഈ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ലേഡിക് സെൽസ് അഥവാ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് ആണ്. വേഗം 2 ചോദ്യങ്ങൾ എഴുതിക്കോളൂ. അതിന് ഉത്തരവും വേഗം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, മെൻഷൻ ദ സ്ട്രക്ചർ ഓർ പാർട്സ് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. മെൻഷൻ ദ സ്ട്രക്ചർ ഓർ പാർട്സ് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഘടന അല്ലെങ്കിൽ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വേഗം ഒന്ന് എഴുതിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം, എന്താണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്? വാട്ട് ആർ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്?
What are mention the structure of parts of seminiferous tubules? അതിൽ എന്തൊക്കെയുണ്ട്? അതിൽ സെർട്ടോളി സെൽ ഉണ്ട്, മെയിൽ ജേം സെൽസ് ഉണ്ട്, ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്പെർമറ്റോസോവൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽ അല്ലെങ്കിൽ ലേഡിക് സെൽസും ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്തുവായിരുന്നു? വാട്ട് ആർ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്? എന്താണ് അതിൻ്റെ ഉത്തരം? അതെ, ഓരോ ടെസ്റ്റിസും ധാരാളം കമ്പാർട്ട്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കമ്പാർട്ട്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഇനി സ്ക്രീനിൽ തെളിയുന്ന ചോദ്യം ഒന്ന് എഴുതിയെടുത്തോളുക. ഇത് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ സാവധാനം ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ്. ആക്ടിവിറ്റി 1. How many seminiferous tubules will be there in a pair of testes with 3 seminiferous tubules per lobule? ചോദ്യം ഒരിക്കൽ കൂടി. How many seminiferous tubules will be there in a pair of testes with 3 seminiferous tubules per lobule? ഓരോ ലൊബ്യൂളിലും 3 സെമിനിഫറസ് ട്യൂബ്യൂൾസ് വീതം ഉണ്ടെങ്കിൽ ഒരു ജോഡി ടെസ്റ്റിസിൽ എത്ര സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടായിരിക്കും? ഓരോ ലൊബ്യൂളിലും 3 സെമിനിഫറസ് ട്യൂബ്യൂൾസ് വീതം ഉണ്ടെങ്കിൽ ഒരു ജോഡി ടെസ്റ്റിസിൽ മൊത്തം എത്ര സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക? ചോദ്യം എഴുതിക്കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ടെസ്റ്റിസ്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ടെസ്റ്റിസ്. ടെസ്റ്റിസിൻ്റെ ഘടന വിവരിക്കുക. മൂന്നാമത്തെ ചോദ്യം. മെൻഷൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ germ cells and Sertoli cells. Mention the difference between male germ cells and Sertoli cells. Male germ cells ഉം Sertoli cells ഉം തമ്മിലുള്ള വ്യത്യാസം എഴുതുക. Male germ cells ഉം Sertoli cells ഉം തമ്മിലുള്ള വ്യത്യാസം എഴുതുക. അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. How does the sperm that is produced in seminiferous tubules reach the urethra? നമ്മൾ പഠിച്ചു സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിലാണ് സ്പേം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്പേം എങ്ങനെയാണ് യൂറിത്രയിലേക്ക് എത്തുക? ചോദ്യം ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലേ? ഇനി നമുക്ക് ഈ വീഡിയോ കാണാം, അതിനുശേഷം അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കാം. വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. The male genital system is composed of 2 testicles that produce sperm, 2 seminal tubules that connect the testicles with the penis, 2 seminal vesicles, and a prostate gland that produce seminal plasma. The seminal tubules are in turn comprised of the epididymis and the vas deferens. Sperms are stored in the epididymis. The testicles consist of 8 to 12 seminiferous tubules that are connected by a straight tube with a reticular space called the reti testis. The reti testis connects the epididymis outside the testicle via the ductus deferens. The epididymis is highly convoluted and when stretched out measures 6 meters. The sperm remain here for 20 days and mature, acquiring mobility. In the seminiferous tubule lumen, 2 types of cells are distinguished: Sertoli or nerve cells or nutritious cells and germinal cells. Between this spermatogonium, in contact with the tubule's walls, are observed spermatocytes, spermatids and spermatozoids. The cells resulting from the meiotic division contains only half of the chromosomes. 46 chromosomes of the spermatogonium becomes 23 in the spermatozoid. വീഡിയോ കണ്ടല്ലോ അല്ലേ? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. How does the sperm produced in seminiferous tubules reach the urethra? വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ ഉണ്ടാകുന്ന സ്പേം ഏതു വഴിയാണ് പുറത്തേക്ക് വരിക?
അത് ചില കുഴലുകളിലൂടെ പുറത്തേക്ക് എത്തുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ കുഴലുകളെ വിളിക്കുന്ന പേരാണ് ആക്സസറി ഡക്ട്സ്. These ducts which carry sperm from the seminiferous tubules to the urethra are referred to as accessory ducts. Seminiferous tubulesൽ നിന്ന് യൂറിത്ര വരെ സ്പേമിനെ വഹിച്ചു കൊണ്ടുപോകുന്ന കുഴലുകളെ വിളിക്കുന്ന പേരാണ് ആക്സസറി ഡക്ട്സ്. ഇനി ഈ ആക്സസറി ഡക്ട്സ് ഏതൊക്കെയാണെന്ന് സ്ക്രീനിൽ നോക്കി ഒന്ന് വായിച്ചേ. Retitestis, vasa efferentia, epididymis, vas deferens, ejaculatory duct, urethra. ഒരിക്കൽ കൂടി, retitestis, vasa efferentia, epididymis, vas deferens, ejaculatory duct and urethra. എന്താണ് ഈ റിറ്റിറ്റെസ്റ്റിസ് എന്ന് നോക്കാം. സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന കോയിൽഡ് ട്യൂബ്യൂൾസ്. ഈ കോയിൽഡ് ട്യൂബ്യൂൾസിൻ്റെ അറ്റം ചെറിയ ഡക്റ്റ് പോലെയാണ്, ചെറിയ കുഴലാണ്. ആ കുഴലുകൾ തുറക്കുന്ന ക്യാവിറ്റികളെ വിളിക്കുന്ന പേരാണ് റിറ്റിറ്റെസ്റ്റിസ്. റിറ്റിറ്റെസ്റ്റിസ് എന്നാൽ ദീസ് ആർ സർട്ടൻ ഇറഗുലർ cavities into which the tubules from seminiferous tubules open. Seminiferous tubuleകളിലെ ട്യൂബ്യൂളുകൾ തുറക്കുന്ന ചില ഇറഗുലർ ആയിട്ടുള്ള സ്പേസസ്, ക്യാവിറ്റീസ്, അതാണ് റിറ്റിറ്റെസ്റ്റിസ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഡക്റ്റ് അല്ലെങ്കിൽ കുഴൽ എന്ന് പറയുന്നത് വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ എന്ന് പറയുന്നത് ഈ റിറ്റിറ്റെസ്റ്റിസിൽ നിന്ന് ആരംഭിക്കുന്ന ചെറിയ കുഴലുകളാണ്. റിറ്റിറ്റെസ്റ്റിസിൽ നിന്ന് ആരംഭിക്കുന്ന ചെറിയ കുഴലുകളാണ് വാസ എഫറൻഷ്യ. ഈ വാസ എഫറൻഷ്യ സ്പേമിനെ എപ്പിഡിഡിമിസ് എന്ന് പറയുന്ന മറ്റൊരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോകുന്നു, മറ്റൊരു കുഴലിലേക്ക് എത്തിക്കുന്നു. എപ്പിഡിഡിമിസിലേക്ക് സ്പേമിനെ കൊണ്ടുപോകുന്ന ചെറിയ കുഴലുകളാണ് വാസ എഫറൻഷ്യ. ഇനി എന്താണ് എപ്പിഡിഡിമിസ് എന്ന് പറഞ്ഞാൽ? എപ്പിഡിഡിമിസ് എന്ന് പറഞ്ഞാൽ അതൊരു കോയിൽഡ് സ്ട്രക്ചറാണ്. വാസ എഫറൻഷ്യയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് എപ്പിഡിഡിമിസ് എന്ന് പറയുന്നത്. ഈ എപ്പിഡിഡിമിസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ദേ ടെമ്പററിലി സ്റ്റോർ സ്പേം. സ്പേമിനെ താൽക്കാലികമായി ശേഖരിച്ചു വയ്ക്കുന്ന, സംഭരിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് എപ്പിഡിഡിമസ്. ശരിക്കും ഒരു സ്പേം ഫങ്ഷണലായിട്ടുള്ള ഒരു സ്പേമായിട്ട് മാറുന്നത് എപ്പിഡിഡിമസിലാണ്. അപ്പോൾ എപ്പിഡിഡിമസ് എന്ന് പറയുന്നത് ഒരു കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അവിടെയാണ് സ്പേമിനെ താൽക്കാലികമായി സൂക്ഷിച്ചു വയ്ക്കുന്നത്. എപ്പിഡിഡിമിസ് കഴിഞ്ഞാൽ അടുത്ത ഡക്റ്റിൻ്റെ പേര് വാസ് ഡെഫറൻസ്. ഈ എപ്പിഡിഡിമിസ് ചെന്ന് തുറക്കുന്ന ഒരു പാർഷ്യലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബാണ് വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. ഈ വാസ് ഡെഫറൻസ് എന്ന ട്യൂബ് മറ്റൊരു ഡക്റ്റിലേക്കാണ് തുറക്കുന്നത്. ആ ഡക്റ്റിൻ്റെ പേരാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. Vas deferens opens into the ejaculatory duct. Ejaculatory duct എവിടെ കാണപ്പെടുന്നു? യൂറിനറി ബ്ലാഡറിൻ്റെ അടുത്ത് വെച്ച് ഇരുവശങ്ങളിലും നിന്ന് വരുന്ന വാസ് ഡെഫറൻസ്, അതായത് രണ്ട് കുഴലുകൾ. ഈ വാസ് ഡെഫറൻസ് ഒരുമിച്ച് ചേർന്നിട്ട് മറ്റൊരു കുഴലുമായി ചേരുന്നു. അതായത് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന കുഴലുമായി ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു കുഴലാണ്, രൂപപ്പെടുന്ന ഒരു കുഴലാണ് കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റ്. Near the urinary bladder, the vas deferens from both sides unite and join with another duct coming from the seminal vesicle and form the common ejaculatory duct. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു?
ഈ കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റ് മറ്റൊരു കുഴലുമായിട്ട് ചേരുന്നു. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഓർ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഒരു കുഴലുമായിട്ടും ഇത് കൂടിച്ചേർന്നിട്ട് ഒന്നിച്ച് അത് യൂറിത്രയിലേക്ക് തുറക്കുന്നു. ഇനി യൂറിത്ര എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. യൂറിനറി ബ്ലാഡറിൽ നിന്ന് ആരംഭിച്ച് താഴേക്ക് പെനിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കുഴലാണ് യൂറിത്ര. ഈ യൂറിത്രയ്ക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിൻ്റെ പേരാണ് യൂറിത്രൽ മിയാറ്റസ്. യൂറിത്രൽ മിയാറ്റസ് എന്നതാണ് യൂറിത്രയുടെ ഓപ്പണിങ്ങിൻ്റെ പേര്. യൂറിത്ര ഒറിജിനേറ്റ്സ് ഫ്രം ദ യൂറിനറി ബ്ലാഡർ ആൻഡ് എക്സ്റ്റെൻഡ്സ് ത്രൂ ദ പെനിസ് to its external opening called the urethral meatus. ഇനി ഒരു ചോദ്യം വേഗം എഴുതിക്കൊള്ളുക. ചോദ്യം ഇതാണ്: എപ്പിഡിഡിമസ് ഹാസ് ഗോട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. വാട്ട് ഇസ് ഇറ്റ്? ഐ റിപ്പീറ്റ്, എപ്പിഡിഡിമസ് ഹാസ് ഗോട്ട് a very important role in male reproductive system. What is it? എപ്പിഡിഡിമസിന് പുരുഷ പ്രത്യുൽപാദന വ്യൂഹത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. എന്താണ് ആ പങ്ക്? അല്ലെങ്കിൽ എപ്പിഡിഡിമസിൻ്റെ പ്രാധാന്യം എന്താണ്? ഉത്തരം എഴുതിയോ? എന്താണ് ഉത്തരം? സ്പേമിനെ താൽക്കാലികമായി സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് എപ്പിഡിഡിമസ്. സ്പേം ബിക്കംസ് ആക്റ്റീവ് ഡ്യൂറിങ് ഇറ്റ്സ് സ്റ്റോറേജ് ഇൻ ദ എപ്പിഡിഡിമസ്. ചിത്രം നോക്കി ആക്സസറി ഗ്ലാൻസ് ഏതൊക്കെയാണെന്ന് പറയുക. ചിത്രം നോക്കിയോ? എന്നാൽ പറയാം ഏതൊക്കെയാണ്. സെമിനൽ വെസിക്കിൾസ് എത്ര എണ്ണമുണ്ട്? ഒരു ജോഡി അല്ലെങ്കിൽ രണ്ടെണ്ണം. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻസ് അതും രണ്ടെണ്ണം. അങ്ങനെ 3 ഗ്രന്ഥികളാണ് ആക്സസറി ഗ്ലാൻസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ അനുബന്ധ ഗ്രന്ഥികൾ അഥവാ ആക്സസറി ഗ്ലാൻസ് 3 എണ്ണം. ഏതൊക്കെയാണത്? സെമിനൽ വെസിക്കിൾസ്, prostate gland and bulbourethral glands. നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. The seminal vesicles, which are located near the base of the ejaculatory duct, secrete a thick yellow substance to nourish the sperm. This secretion forms about 60% of the volume of the semen. Semen is the sperm-containing fluid that is ejaculated at the climax. First, the urethra is surrounded by the prostate gland, and then it is surrounded and protected externally by the penis that is relaxed except during sexual excitement. Located just below the prostate glands are the bulbourethral glands, which open into the urethra and during sexual arousal secrete the pre-ejaculate fluid that flushes out any residual urine from the urethra. വീഡിയോ ശ്രദ്ധിച്ചോ? ഏതൊക്കെ ഗ്രന്ഥികളാണ് അവിടെ നമ്മൾ കണ്ടത്? സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻസ്. ഈ ബൾബോ യൂറിത്രൽ ഗ്ലാൻസിൻ്റെ സെക്രീഷൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇറ്റ് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ ഓഫ് പെനിസ്. പെനിസിൻ്റെ ലൂബ്രിക്കേഷന് സഹായിക്കുന്നത് ബൾബോ യൂറിത്രൽ ഗ്ലാൻസിൻ്റെ സെക്രീഷനാണ്. ഈ ആക്സസറി ഗ്ലാൻസിൻ്റെ എല്ലാം കൂടി സെക്രീഷനെ, എല്ലാ ഗ്ലാൻസിൽ നിന്നുമുള്ള സെക്രീഷനെ ഒന്നിച്ചു വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. അതായത് ഈ 3 ആക്സസറി ഗ്ലാൻസിൽ നിന്നും ഉള്ള സ്രവങ്ങൾ ഓർ സെക്രീഷൻസ്, ദേ ആർ കളക്റ്റീവ്ലി നോൺ ആസ് സെമിനൽ പ്ലാസ്മ. ഈ സെമിനൽ പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ടെന്നറിയാമോ? ഇറ്റ് ഈസ് റിച്ച് ഇൻ ഫ്രക്ടോസ്, calcium and certain enzymes. It is rich in fructose, calcium and certain enzymes. Fructose
ലാക്ടോസ് പോലെയുള്ള എനർജി ഗിവിംഗ് സബ്സ്റ്റൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഗിവ്സ് നറിഷ്മെൻറ്റ് ടു ദ സ്പേംസ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്പേം മൂവ്മെൻറ്റ്. ഈ സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടെ ചേർന്നതാണ് സിമൻ ഓർ ഹ്യൂമൻ ഇജാക്കുലേറ്റ്. ശുക്ലം എന്നറിയപ്പെടുന്ന സിമൻ ഓർ ഹ്യൂമൻ ഇജാക്കുലേറ്റ് എന്ന് പറയുന്നത് സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടെ ചേർന്നതാണ്. Now we are going to study about the external genitalia or penis. External genitalia അല്ലെങ്കിൽ penis അതാണ് മെയിൽ കോപ്പുലേറ്ററി ഓർഗൻ അല്ലെങ്കിൽ മെയ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് പെനിസ് അഥവാ എക്സ്റ്റേണൽ ജെനിറ്റേലിയ. പെനിസിൻ്റെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ സ്പോഞ്ചി ടിഷ്യൂ ഉണ്ട്. ഈ സ്പെഷ്യൽ സ്പോഞ്ചി ടിഷ്യൂവിനുള്ളിൽ രക്തം നിറയുമ്പോഴാണ് പെനിസ് ഇറക്റ്റ് ആവുന്നത്. ആൻഡ് ദിസ് പെനിസ് ഹാസ് ഗോട്ട് എ സ്പെഷ്യൽ സ്പോഞ്ചി ടിഷ്യൂ ഇൻസൈഡ് ഇറ്റ് which when filled with blood gets erected. പെനിസിൻ്റെ അറ്റം കുറച്ച് enlarged ആയിട്ടാണ്. And this enlarged tip of the penis is called glans penis. പെനിസിനെ കവർ ചെയ്ത് ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. അതിൻ്റെ പേരാണ് പ്രപ്യൂസ് അഥവാ ഫോർ സ്കിൻ. പെനിസിനെ കവർ ചെയ്ത് കാണുന്ന ഒരു ലൂസ് റിട്രാക്റ്റൈൽ ഫോൾഡ് ഓഫ് സ്കിന്നിൻ്റെ പേരാണ് പ്രപ്യൂസ് അഥവാ ഫോർ സ്കിൻ. ഇനി സ്ക്രീനിൽ നോക്കി ആ ആക്ടിവിറ്റിയും കൂടെ ഒന്ന് കുറിച്ചെടുത്തോളുക. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതിൽ കുറേ മിസ്സിംഗ് പാർട്സ് ഉണ്ട്. ആ മിസ്സിംഗ് പാർട്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. വേഗം എഴുതിയെടുത്തോളുക. എഴുതിക്കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെ സഹായം തേടാവുന്നതാണ്. ഇന്ന് തന്ന ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്ത് അധ്യാപകരെ ഗ്രൂപ്പിലൂടെ അറിയിക്കുകയോ അല്ല അധ്യാപകർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുകയോ ചെയ്യുക. വീണ്ടും ഒരു പുതിയ ക്ലാസ്സുമായി പുതിയ ടോപ്പിക്കുമായി നിങ്ങളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.